പാലക്കാട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ടും പോകേണ്ട 1-2 ഫുഡ് സ്പോട്ടുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പാത്തി അഗ്രഹാരത്തിലാണ്. കൽപ്പാത്തി അഗ്രഹാരത്തിലെ കുമരൻസ് കഫേ കഴിഞ്ഞ 50 വർഷമായിട്ട് വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്ന കഫേയാണ്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ ഫുഡ് എന്താണെന്ന് നോക്കാം. നമ്മളെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സേവയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നമുക്ക് എന്താണ് അതിൻ്റെ പരിപാടി എന്നുള്ളത് നോക്കാം. നമ്മുടെ ഒരു ഇടിയപ്പത്തിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക കട്ടഡ് വേർഷൻ എന്നൊക്കെ പറയാം. പക്ഷേ കടുവൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ചട്നി കൂട്ടി കഴിക്കുമ്പോൾ വേറെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട് ശരിക്കും. അപ്പോൾ ഈ സേവ കൂടാതെ ഇവിടെ 2 സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. ഒന്ന് തക്കാളി ഉത്തപ്പം, അത് പിന്നെ ഉള്ളത് വെങ്കായ ഉത്തപ്പം. അത് രാവിലെ 9 മണിക്ക് ശേഷമാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള. അത് എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ആയിട്ട് കഴിക്കേണ്ട ഐറ്റമാണ്. അപ്പോൾ നമ്മൾ കുമരൻസ് കഫേയിലെ സേവ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയാണ്. നമ്മൾ കഴിക്കാൻ വന്നത് തക്കാളി ഊത്തപ്പവും പിന്നെ വെങ്കായ ഊത്തപ്പമാണ്. പക്ഷെ അത് സമയമാവുമെന്ന് പറഞ്ഞു. സേവ എനിക്ക് ഭയങ്കര റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ വന്നത്. എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ സേവ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഇടിയപ്പത്തിൻ്റെ ഫ്ലേവർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അങ്ങനെ ഒരു വലിയ ഇടിയപ്പം ഫാൻ അല്ലാത്തതുകൊണ്ട് എനിക്കത് ഒരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുന്നതാണ്. പാലക്കാടൻ സേവയും ചട്നിയും സാമ്പാറും അതിൻ്റെ കൂടെ ഒരു ചായയും. പാലക്കാട് വന്നിട്ട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചില്ലേ ഭയങ്കര മോശമല്ലേ? അപ്പോൾ ആദ്യമായിട്ട് രാമശ്ശേരി ഇഡ്ഡലി കഴിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നും അതിൻ്റെ ജനുവിൻ വിശേഷങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഒന്നറിയാം. പിന്നെ അത് 150 കൊല്ലത്തിൻ്റെ മേലാകും. അമ്മായിയമ്മ ഉള്ളപ്പോഴേ ഉണ്ടാക്കുന്നത്. ഇത് അരി ഉഴുന്ന് അരയ്ക്കുക, അത് തുണി വിരിച്ചിട്ട് മാവ് ഒഴിക്കുക, പാകത്തിന് അരി ഉഴുന്നിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ മാവ് ഒഴിക്കുക. അമ്മ എത്ര വർഷമായി ഉണ്ടാക്കണം? 55 കൊല്ലമായി. 55 കൊല്ലമായിട്ട്. പൊതുവെ തിരക്കുണ്ടോ ഇവിടെ? എങ്ങനെയാ? ശനി ഞായർ ഫുൾ തിരക്കാണ്. വെളിയിലൊക്കെ ഇരുന്ന് കളിക്കുന്നു. ഇതാണ് രാമശ്ശേരിയിലെ ആദ്യത്തെ കട. 150 വർഷം പഴക്കമുള്ള കട. അപ്പോൾ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കാരണം നമുക്ക് ഉണ്ടാക്കണവർ രാവിലെ ഉണ്ടാക്കും. അപ്പോൾ ഇപ്രാവശ്യം ഇന്നിപ്പോഴത്തെ തിങ്കളാഴ്ച ആയതുകൊണ്ട് തിരക്ക് കുറവായതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞു. അല്ലെ 12 മണി വരെ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ച് നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. സൈഡിൽ പൊടി ഇട്ടിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു കഷ്ണം ഇഡ്ഡലി വെക്കുക, കുറച്ച് ചമ്മന്തി മിക്സ് ചെയ്യുക. പൊളി പരിപാടി. ആദ്യത്തെ ബൈറ്റിൽ തന്നെ പരിപാടി സെറ്റാണ്. കൂടുതൽ വിശേഷങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ഓവർ ഹൈപ്പുള്ള ഫുഡുകളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നിരാശപ്പെടാറാണ് പതിവ്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിടിലം പരിപാടി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഇടദിവസങ്ങളിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ കഴിയുന്നതും രാവിലെ വരാൻ ശ്രമിക്കുക. കാരണം ചൂടോടെ നമുക്ക് ഇഡ്ഡലി കിട്ടും. സാറ്റർഡേ സൺഡേസിലൊക്കെ ഉച്ചയ്ക്ക് 12 മണി വരെ അവർ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഇടദിവസങ്ങളിൽ അവർ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ് നമുക്ക് ചൂടോടെ അങ്ങനെ കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ രാമശ്ശേരി ഇഡ്ഡലി പൊളി സാധനമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ദഹിപ്പിച്ചെടുക്കാൻ ഓരോ മസാല സോഡ കഴിച്ചാലോ? എന്താ ഭയങ്കര ഫേമസ് ആണ് മദർലാൻഡ് മസാല സോഡ. നമുക്ക് ഓരോ മസാല സോഡ കഴിച്ചിട്ട് അതെങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇതെങ്ങനെയാണ്? കട്ട സ്ട്രോങ് ആണ് പറയണത്. കഴിച്ചു വെക്കണം. അങ്ങനെ ഇറങ്ങി പോണ ഒരു ഫീലുണ്ട്. വാവ്.
എത്ര വർഷമായി ബ്രോ കട? 45 വർഷമായി അച്ഛൻ തുടങ്ങിയിട്ട്. അച്ഛനായിട്ട് തുടങ്ങിയാണ്? അച്ഛനായിട്ട് തുടങ്ങി. അച്ഛൻ 10-13 വയസ്സിൽ തുടങ്ങിയാണ്. ഇപ്പൊ ആയിരിക്കും 45 വർഷം മേലെ ഇതേ സാധനം ഇതേ കട. ആണല്ലേ? അതെ അതെ അതെ. കുട്ടികളിലൊന്നും ഒരു മാറ്റമില്ല? ഒരു മാറ്റമില്ല. 45 വർഷമായിട്ട് ഒരേ കൂട്ട് തന്നെയാണ്. അച്ഛനെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്? അച്ഛൻ വൈകുന്നേരത്തെ ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് മസാല അടിക്കുന്ന പണി ഉണ്ടാവും വീട്ടില്. ഇതിപ്പോ ഡെയിലി അടിച്ചോണ്ടിരിക്കണം. ഡെയിലി 400 ലിറ്ററോളം മസാല അടിച്ചോണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ചൂടാണല്ലോ, അത് കുറച്ച് തിരക്കുണ്ടാവും. അച്ഛൻ ഒറ്റയ്ക്കാണോ? വേറെ ജോലിക്കാരുണ്ടോ? ഇല്ലില്ല, ഞാനും അച്ഛനും ഏട്ടനും 3 പേരാ. വേറെ നിങ്ങളാണ് മെയിൻ മസാല? അതെ 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 അതെ, നമ്മൾ തന്നെയാണ്. വേറെ പണിക്കാരും ഇല്ല, എല്ലാം നമ്മൾ തന്നെയാണ്. സോഡ അടിക്കലും അത് തന്നെയാണ്. ദഹനത്തൊക്കെ ഭയങ്കര ദഹനം, വയറവൻ, നെഞ്ഞത്തിലൊക്കെ ബെസ്റ്റാണ്. പിന്നെ ഒരു എനർജി ഡ്രിങ്ക്, ഒരു ചൂട് കാലത്തൊക്കെ നല്ലൊരു തൈരാണല്ലോ. തൈരിൽ ഇഞ്ചിയും കറുവേപ്പിലയും മല്ലിയിലും കുരുമുളകും ചെറുനാരങ്ങയൊക്കെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു കെമിക്കലായിട്ട് ഒന്നുമില്ല, ആർക്കും കുടിക്കാം, ധൈര്യത്തിൽ കുടിക്കാം. അപ്പൊ ഞാൻ നേരത്തെ കണ്ടൊരു ചെറിയ കുട്ടി. അതെ അതെ, ചെറിയ കുട്ടികൾ കുടിക്കാറുണ്ട്. ആരും കുടിക്കാം, ദഹനത്തിനൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ഒരു എനർജി ഡ്രിങ്ക് പോലെ നമ്മൾ സെർവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഒരു എനർജി ഡ്രിങ്ക് ആണെന്നാണ് ഇവിടുന്ന് പറയുന്നത്. അപ്പോൾ പാലക്കാട് വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഓർത്ത് വെക്കുക, മദർലാൻഡ് മസാല സോഡ ഒന്ന് വന്ന് കഴിച്ചു നോക്കേണ്ട ഐറ്റമാണ്. കിടിലം പരിപാടിയാണ്.